ഉണ്ട്. ഡാൻ നിൽക്കുന്നത് വെള്ളയമ്പലം ഭാഗത്താണ്, വെള്ളയമ്പലം വഴുതക്കാട് ഭാഗത്താണ്. ഡാൻ, നഗര റോഡുകളുടെ സാഹചര്യങ്ങൾക്ക് അല്പം മാറ്റം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് നമ്മൾ പ്രേക്ഷകരെ ഡാൻ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ അവതരിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യത്തിൽ കരുതാൻ കഴിയുമോ? ഡാൻ നിൽക്കുന്ന റോഡിന്റെ ഒരു സാഹചര്യം എന്താണ്? സൈത്ത, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വഴുതക്കാട് നിന്ന് ജഗതിയിലേക്ക് പൂജപ്പുരയിലേക്ക് പോകുന്ന റോഡിന്റെ ഭാഗത്താണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി റോഡ് കുഴിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹോളി ഏഞ്ചൽ സ്കൂളിന് മുമ്പിൽ എങ്ങനെയാണോ സമാനമായ തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വലിയ ഗർത്തങ്ങളാണ് ഇവിടെ. ഈ കുഴികളിൽ വേണം മറ്റ് പൈപ്പുകളൊക്കെ സ്ഥാപിച്ച ഈ നിർമ്മാണം ഈ 10-15 ദിവസത്തിനകം പൂർത്തിയാക്കാനാണെന്നാണ് ഈ അധികൃതർ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. പക്ഷേ അത് പുരോഗമിക്കുമ്പോഴും അതിന്റെ കെടുതി സാധാരണക്കാരായ യാത്രക്കാർ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം അത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കാരണം ഇതുവഴി ഇങ്ങനെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നറിയാതെ നഗരത്തിനുള്ളിലേക്ക് എത്തപ്പെടുന്ന ആളുകൾ അക്ഷരാർത്ഥത്തിൽ നരകതുല്യമായ ഒരു അവസ്ഥയിലേക്ക് തന്നെ മാറുകയാണ്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സ്ഥിതിയും. കാരണം ഇവിടെ നിന്ന് എങ്ങോട്ടാണ് തിരിഞ്ഞു പോകേണ്ടത്? പോലീസ് കൈകാണിക്കുന്ന വഴിയെ ഒരു വശത്തേക്ക് വാഹനങ്ങൾ തിരിച്ചുവിടുമെങ്കിലും അവിടെ നിന്ന് അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏറെ പാടുപെടേണ്ട ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായി ഇവിടെ നിന്ന് സ്കൂളുകളിലേക്കും മറ്റ് ജോലി സ്ഥലങ്ങളിലേക്കുമൊക്കെ പോകേണ്ട ആളുകൾ വാഹനങ്ങൾ നിർത്തി മറ്റു വഴിയായി പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. പ്രധാനപ്പെട്ട ഈ ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഈ വലിയ തരത്തിൽ ഈ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കുഴികൾ എടുത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ദുരിതം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും വികസനമാണ്, അത് നടക്കേണ്ടതാണ്, അത് നമ്മുടെ നാടിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ജനങ്ങൾക്കത് ബുദ്ധിമുട്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. സ്വാഭാവികമായി അത് ഉണ്ടാക്കുന്ന പ്രതിസന്ധികളും ചെറുതായിരിക്കില്ല. എന്തായാലും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഈ ഹോളി ഏഞ്ചൽ സ്കൂളിന് മുമ്പിൽ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് അധികൃതർ നൽകിയ വിശദീകരണം അത് എത്രയും പെട്ടെന്ന്, അതായത് സമ്മർ വെക്കേഷൻ മാത്രമേ ഈ നിർമ്മാണം നടത്താൻ കഴിയൂ, കാരണം അല്ലെങ്കിൽ സ്കൂൾ അവിടെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നാണ്. പക്ഷേ ഈ സമ്മർ വെക്കേഷൻ പൂർത്തിയാകാൻ ഏതാണ്ട് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഇപ്പോഴും ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു പകുതിയെങ്കിലും ഇനിയും പൂർത്തിയാക്കാനുണ്ട് എന്നത് തന്നെയാണ് നമ്മളെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അത് പൂർത്തിയാക്കട്ടെ. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും നല്ല റോഡിലൂടെ യാത്ര ചെയ്യാനുള്ള അവസരം അത് നഷ്ടമാകാതിരിക്കട്ടെ. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയും. പക്ഷേ അതിന് കാലതാമസം നേരിടുന്നതാണ് ഇത്തരത്തിൽ അത് വലിയ പ്രതിസന്ധിക്ക് യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്കുമൊക്കെ ഒരേ സമയം പ്രതിസന്ധിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കരാറുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് വലിയ തരത്തിൽ ഈ പ്രതിസന്ധി ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് ഈ ഇതിന്റെ പണം കൃത്യമായ സമയത്ത് കൈമാറുന്നതിൽ കാലതാമസം നേരിടുന്നത്. ഒന്ന് തുടരുക. ഡാനൊന്ന് തുടരുക. ഞാൻ എന്തായാലും ഡാനിലേക്ക് വരാം. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഇടത്ത്, ഞാൻ വരുണും നിൽക്കുന്ന ഇടത്ത് അവിടെ നിന്ന് ചില പ്രതികരണങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ ബൈക്ക് വെച്ചിട്ട്, വാഹനം വഴി വെച്ചിട്ടാണോ വരുന്നത്? ഇതിപ്പോ എളുപ്പമാണ് ആണല്ലേ? എത്ര നാളെ ഇതിപ്പം ദൂരെ വണ്ടി വെച്ചിട്ട് നടന്നു വരേണ്ട അവസ്ഥയല്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. ഒത്തിരി നാളായി. ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി വലിയ ബുദ്ധിമുട്ടാണ്. മോനെ എവിടെയാ പഠിക്കുന്നത്? മോനെ ഇവിടെ ട്യൂഷൻ സെന്റർ അല്ലേ? മോളോ? ഞാൻ ഇവിടെ അല്ല, ഞാൻ ആണല്ലേ? ഇതിങ്ങനെ ദൂരം പണ്ട് നിങ്ങൾ ഇവിടെ തൊട്ടടുത്ത വണ്ടി കൊണ്ട് വെക്കാറുണ്ട് അല്ലേ? അതെ അതെ അതെ. അത് സെന്ററിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ വെച്ചിട്ട് ട്യൂഷൻ ആക്കുന്നത്. ആണല്ലേ? മോനെ കൂടുതൽ നടക്കേണ്ടി വന്നോ? അപ്പം ഇതാണ് ഈ ഒരു ഫാമിലി. ഞാൻ യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു അവസ്ഥ കാണിക്കുക പ്രേക്ഷകരിലേക്ക്. കാരണം വാഹനമില്ല, ഈ വഴിയെ ഒരു തരത്തിലും വാഹനം പറ്റില്ല, യാത്ര സാധ്യമല്ല. അതുകൊണ്ട് കിലോമീറ്ററിനപ്പുറം വാഹനം വെച്ചതിന് ശേഷം വാഹനത്തിലൂടെ കുട്ടികളുമായി നടന്നു വന്ന് അദ്ദേഹം ഒരു ട്യൂഷൻ സെന്ററിലേക്ക് അവധിക്കാലത്ത് കുട്ടിയെ കോച്ചിങ്ങിന് പോകുന്ന ഒരു ആളുടെ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. തൊട്ടപ്പുറത്ത് ഒരു ആശുപത്രിയുണ്ട്. ആശുപത്രിയിലേക്ക് പോകുമ്പോഴും അവസ്ഥ ഇത് തന്നെയാണ്. എത്ര കണ്ട് ദുരിതമാണ് ഈ അവസ്ഥ എന്നതാണ്. ഇത് ഇന്നോ ഇന്നലെയോ അല്ല, ഇപ്പൊ മാസങ്ങൾ പിന്നിടുന്നു എന്നതാണ് നമുക്ക് ഈ ഒരു ദുരവസ്ഥ ആളുകളെ കൂടുതലായി എത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തേക്ക് മാറ്റിയത്. നടന്നു മടുക്കുകയാണല്ലേ ഈ റോഡിങ്ങനെ? എത്ര നാളായി ഇങ്ങനെ കിടക്കും? ഡിസംബർ ഇത് തീരുമോ? ഉടനെ പരിഹരിക്കപ്പെടുമോ? ആർക്കറിയാം. നമുക്ക് ഈ റോഡ് ഡെവലപ്മെന്റ് അതിന്റെ ഭാഗമായുള്ള തടസ്സങ്ങളൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഇതിങ്ങനെ വലിയ രീതിയിലേക്ക് പോകുമ്പോൾ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവിടെ കുറച്ച് പ്രയാസം തന്നെയാണ്. ഈ ഒരു സിറ്റിയുടെ സെന്ററിലാണ് ഈ ഒരു അവസ്ഥ. അതെ അതെ. എവിടെ താമസിക്കുന്നത്? ഇവിടെ കുന്നുവഴി.
ഇതാണ് അവസ്ഥ. ഈ തരത്തിലേക്കാണ്. നടന്നു മടുക്കുകയാണോ ഇതിലെ ഈ റോഡ് മോശം? ഡാൻ, ഈ റോഡിലെ ഒരു അവസ്ഥ ഇതാണ് ആളുകൾക്ക് പറയാനുമുള്ളത്. ഇത്തരത്തിലേക്ക് പോവുകയാണ്. വഴുതക്കാട് ഡാൻ, ഈ വഴുതക്കാട് ഭാഗത്ത് നഗരത്തിന്റെ ചില മേഖലകൾ, ഉദാഹരണം പറഞ്ഞാൽ മാനവീയം വീഥിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി, കലാഭവൻ റോഡ് പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം അയ്യങ്കാളി ഹാളിന് സമീപത്തുകൂടുള്ള റോഡ് അതൊക്കെ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രധാന റോഡുകളിലേക്ക് ഇപ്പോഴും അത് തുറന്നു കൊടുക്കാൻ കഴിയാതെ വരുന്ന പണി നീണ്ടുപോകുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കരാറുകാർക്ക് ഈ തുക അവരുടെ ആവശ്യപ്പെടുന്ന പണം കൃത്യസമയത്ത് കൈമാറുന്നതിൽ കാലതാമസം നേരിടുന്നതും അതോടൊപ്പം ഈ കരാർ കാലാവധി കഴിഞ്ഞ് പുതിയ കരാറുകാരെ അത് ഏൽപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ അത് ദൗർഭാഗ്യവശാൽ പല സമയത്തും ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അത് തന്നെയാണ് ഈ നിർമ്മാണം പറഞ്ഞ സമയത്ത് പൂർത്തിയാക്കാൻ കഴിയാതെ ഇപ്പോഴും അത് ഈ മഴയ്ക്കിടയിലും ഈ ശക്തമായി പെയ്യുന്ന വേനൽ മഴയ്ക്കിടയിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങാൻ ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് അതാണ്. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും ഏതാനും തൊഴിലാളികൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗങ്ങളായി അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഏതാനും ഒരു 10-12 പേര് മാത്രമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ നിർമ്മാണ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആ 12 പേരെ കൊണ്ട് ഈ വലിയ ഗർത്തങ്ങൾ മണ്ണിട്ട് മൂടി അതിനുശേഷം അതിന് മുകളിലൂടെ ഈ ടാറിംഗ് നടപടികൾ പൂർത്തിയാക്കി 12-15 ദിവസം കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറയുന്നത് അമാനുഷികമായ ഒരു കാര്യമാണ്. അത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ആശങ്ക ഏറ്റുന്ന കാര്യം. എന്തായാലും ഇവിടെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഈ പെൻസ്റ്റോക്ക് പൈപ്പുകൾക്ക് മുകളിലൂടെ വേറെ പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നുണ്ട്. സ്വാഭാവികമായി സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾക്ക് മറ്റ് കേടുപാടുകളൊന്നും സംഭവിക്കാതെ തന്നെ ഈ കുഴിയിലേക്ക് മണ്ണിട്ട് മൂടുക, അവിടെ നിന്ന് മറ്റ് മാലിന്യങ്ങളൊക്കെ മാറ്റി തുടർന്ന് അതിന്റെ റോഡ് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുക എന്ന തരത്തിലുള്ള വലിയൊരു ദൌത്യത്തിനാണ് അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിട്ട് മൂടിയ ശേഷമുള്ള ടാറിംഗ് നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വാഭാവികമായി ഒരു ദിവസം കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ അവരുടെ കൈവശമുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ അതുവരെയുള്ള, അതായത് ഫിസിക്കലായിട്ട് ചെയ്തു തീർക്കേണ്ട നടപടിക്രമങ്ങൾ അത് അങ്ങനെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. JCB ഒക്കെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിലും കൈകൾ കൊണ്ട് തന്നെ ചെയ്തു തീർക്കേണ്ട ചില പ്രവൃത്തികളുണ്ട്. അത് ചെയ്തു തീർക്കുന്നതിലെടുക്കുന്ന കാലതാമസമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വൈകിപ്പിക്കാൻ കാരണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വഴുതക്കാട് ഹൃദയഭാഗത്താണ് ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം അവിടെ നിന്ന് വൺ വേ തിരിഞ്ഞ പൂജപ്പുരയിലേക്ക് പോകുന്ന വഴിയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അവിടേക്കൊക്കെ അപ്രതീക്ഷിതമായി കടന്നെത്തുന്ന വാഹനങ്ങളാണ് ഈ കുരുക്കിൽ യഥാർത്ഥത്തിൽ പെട്ടുപോകുന്നത്. കാരണം ഇവിടെ നിന്ന് അവർ വഴി തിരിച്ചു വിടുന്നത് ജഗതി ഭാഗത്തേക്കാണ്. അപ്പോൾ സാധാരണക്കാരെ ആദ്യമായി തിരുവനന്തപുരത്തേക്ക് എത്തുന്ന വാഹനങ്ങൾ എത്തുന്ന ആളുകൾക്ക് ജഗതിയിൽ നിന്ന് തിരികെ എങ്ങനെ നഗരത്തിലേക്ക് എത്താൻ കഴിയുമെന്നത് സംബന്ധിച്ച് ആശങ്ക. കാരണം ജഗതിയിൽ നിന്ന് വരുമ്പോൾ തൈക്കാട് ഭാഗത്തും സമാനമായ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നരകതുല്യമായ ഒരു അവസ്ഥ നഗരത്തിലേക്ക് എത്തുന്ന പുതിയ യാത്രക്കാർക്ക്, തലസ്ഥാന നഗരത്തേക്ക് എത്തുന്ന വാഹന യാത്രക്കാർക്ക് നരകതുല്യമായ ഒരു അവസ്ഥ ഏതാനും നാളുകൾ കൂടി സഹിക്കേണ്ടി വരുന്ന തരത്തിലാണ് കാര്യങ്ങൾ. കാരണം ഇങ്ങനെ മിനിറ്റുകളോളം നേരത്തെ പെട്ടെന്ന് വാഹനങ്ങൾ പാസ് ചെയ്തു പോയിരുന്ന വഴിയാണ്. അവിടെയാണ് ഇങ്ങനെ ഏറെ നേരം കാത്തു നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. സ്വാഭാവികമായി നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യമുള്ളതിനാൽ ഒരു വശത്ത് കൂടി മാത്രമേ പോലീസിനും ട്രാഫിക് നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയത്തുള്ളൂ. അവരുടെ കഴിവിന്റെ പരമാവധി നിന്ന് ആ നടപടികൾ ചെയ്ത് പൂർത്തിയാക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. കാരണം ഒരു ഉദ്യോഗസ്ഥനോ 2 ഉദ്യോഗസ്ഥനോ മാത്രമാണ് ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം. എന്തായാലും ഈ 10-12 ദിവസത്തിനകം ഈ മുഴുവൻ നിർമ്മാണവും പൂർത്തിയാക്കി ഈ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി ഇതുവഴി ഗതാഗതം സുഗമമാക്കാൻ എങ്ങനെ അധികൃതർക്ക് കഴിയുമെന്ന വലിയ ചോദ്യം. ആ ചോദ്യം തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തലസ്ഥാനവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിയിരിക്കുന്നതും. സജിത്ത്.